കണ്ണൂരിൽ KSEB ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഓഫീസുകളിലായിരുന്നു പരിശോധന. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ കണ്ണൂരിൽ 5 ഇടത്താണ് പരിശോധന നടന്നത്. കൂത്തുപറമ്പിൽ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, വിശദാംശങ്ങൾ. അർജുൻ, ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ KSEB ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വിജിലൻസ് വ്യാപകമായ പരിശോധന നടത്തിയത്. ഈ കരാറുകളിൽ കൃത്രിമം നടക്കുന്നതായ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസിന്റെ ഈ പരിശോധന. കണ്ണൂർ ജില്ലയിൽ 5 ഇടങ്ങളിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. പയ്യന്നൂരിൽ DYSP ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. കണ്ണൂരിൽ ഇൻസ്പെക്ടർ സിജു KL നായർ, പാപ്പിനിശ്ശേരിയിൽ സുനിൽകുമാർ, കൂത്തുപറമ്പിൽ അനൂപ്, തലശ്ശേരിയിൽ സജീവൻ എന്നീ ഇൻസ്പെക്ടർമാരും ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കൂത്തുപറമ്പിൽ നടന്ന ഈ പരിശോധനയിൽ സംശയാസ്പദമായ പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിലേക്ക് KSEB കരാറുകാരിൽ നിന്ന് പണം എത്തിയിട്ടുണ്ട്. 64,000 രൂപയാണ് ഈ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ഇതിന് തൃപ്തികരമായ മറുപടി നൽകാൻ ഈ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടുമില്ല. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് വിജിലൻസിൻ്റെ തീരുമാനവും. അതോടൊപ്പം തന്നെ ഈ വർക്കുകളെല്ലാം തന്നെ 1-2 കരാറുകാർക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്നും വിജിലൻസിൻ്റെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ കരാറുകൾ ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ടെൻഡർ നടപടികളിലും കൃത്രിമം നടക്കുന്നു എന്നുള്ളതാണ് ഈ വിജിലൻസിൻ്റെ ഒരു നിഗമനം. നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ ടെൻഡറുകൾ എന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ KSEBയുടെ സ്ക്രാപ്പ് ഐറ്റത്തിലും ഈ കണക്കുകൾ സൂക്ഷിക്കുന്നില്ല എന്നും പരിശോധനയിൽ കണ്ടെത്തി. അതൊക്കെ വലിയ രീതിയിലുള്ള ക്രമക്കേടിന് വഴിയൊരുക്കുന്നതാണ് എന്നാണ് വിജിലൻസ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഈ പോസ്റ്റ് സ്ഥാപിക്കാൻ കുഴി എടുക്കുന്നതിൽ വരെ ക്രമക്കേട് ഉണ്ടെന്നാണ് വിജിലൻസിൻ്റെ ഒരു നിഗമനം. ഈ ലൈനിൽ തട്ടുന്ന മരത്തിൻ്റെ ശാഖകൾ മുറിച്ചു നീക്കുന്ന പ്രവൃത്തിയിൽ വരെ വിജിലൻസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാനുമാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിന് ഭീമമായ നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ഈ കരാറുകാർക്ക് ഒത്താശ ചെയ്യുന്നതായ കണ്ടെത്തൽ, അങ്ങനെ കണ്ടെത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തും. അങ്ങനെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും ശുപാർശ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടന്ന ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. അതിനുശേഷം തുടർ നടപടികളും തുടർ അന്വേഷണങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വിജിലൻസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ.